ഹലോ എവ്രി വൺ, വെൽക്കം ടു പഠിക്കും. ലാസ്റ്റത്തെ 2 വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം. ആ ഒരു വീഡിയോന്റെ കണ്ടിന്യൂഷൻ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്ര അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് നിലവിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് നീഡ് ഫോർ കൺവേർജൻസ് ടുവേർഡ്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കറന്റ് എത്ര അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ICAR ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. ഇപ്പൊ കറന്റ് 29 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ICAI ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിൽ 2 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വിഡ്രോ ചെയ്തിട്ട് ഇപ്പോ ആക്റ്റീവ്ലി 27 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത്. ഇപ്പൊ ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6, അതായത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ്, അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8, അക്കൗണ്ടിംഗ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഈ 2 സ്റ്റാൻഡേർഡ്സും ഇന്ന് ഇപ്പോൾ നിലവിൽ ഇല്ല. ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്ങിന് പകരം നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 എന്ന് പറയുന്ന പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 മെർജ് ചെയ്തു. അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 അക്കൗണ്ടിംഗ് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇപ്പോൾ ഇല്ല, അത് വിഡ്രോ ചെയ്തിട്ട് പകരം റീപ്ലേസ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 6 റീപ്ലേസ് ചെയ്തിട്ടില്ല, വിഡ്രോ ചെയ്തിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 10 മെർജ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 റീപ്ലേസ് ചെയ്തിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26 എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യാണ് ചെയ്തത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 26 എന്ന് പറയുന്നത് എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. അപ്പൊ ഇഫക്റ്റീവ്ലി ഇപ്പൊ 27 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതിന്റെ ടൈറ്റിൽസ് എപ്പോൾ മുതലാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ പേജ് നമ്പർ 1.10 കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും അതിന്റെ ടൈറ്റിൽ നമ്മളിങ്ങനെ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓരോ ചാപ്റ്ററിലായിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സ്റ്റാൻഡേർഡ് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ സ്റ്റാൻഡേർഡിന്റെ ടൈറ്റിലും നമ്പറും ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് പോകും, അതൊക്കെ നോട്ട് ചെയ്ത് പോകും. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ 4 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 3, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 17, 18, 20, 24, 25 ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചാപ്റ്റർ 4 പഠിക്കുന്നുണ്ട്. അതുപോലെ ചാപ്റ്റർ 5 നമുക്ക് 2, 10, 13, 16, 19, 26, 28 ഇത്രയും സ്റ്റാൻഡേർഡ് നമ്മൾ ചാപ്റ്റർ 5 ചാപ്റ്റർ 6 15, 29, ചാപ്റ്റർ 7 4, 5, 11, 22, ചാപ്റ്റർ 8 7, 9, ചാപ്റ്റർ 9 12, 14, ചാപ്റ്റർ 10 21, 23, 27 ഇത്രയും സ്റ്റാൻഡേർഡ്സ് നമ്മൾ ഇത്രയും ചാപ്റ്റേഴ്സിലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഒരു ലിസ്റ്റ് നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഗ്യാപ്പിന് അനുസരിച്ചിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഗ്യാപ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെച്ചെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇയർ വൈസ് കൺസിസ്റ്റന്റ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഈ കഴിഞ്ഞ വർഷത്തിന് നമ്മൾ എന്താണോ ഫോളോ ചെയ്തത് അത് തന്നെയായിരിക്കും ഈ പുതിയ വർഷത്തിന് നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും റിലയബിൾ ആയിരിക്കും, നമുക്ക് ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും, റിലയബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗ്ലോബലൈസ്ഡ് എക്കണോമിയിൽ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യാനും അതിനൊരു ട്രാൻസ്പെറൻസി ഒക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഗ്ലോബൽ പ്രാക്ടീസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് IND-AS ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഗ്ലോബലൈസ്ഡ് എക്കണോമിയിൽ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ട്രാൻസ്പെറൻസി കമ്പാരബിലിറ്റി ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ ഇന്ത്യയിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കുന്ന സമയത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് അതിന്റെ മാൻഡേറ്ററി നേച്ചർ, 2 സ്കോപ്പ്, 3 അപ്ലിക്കബിലിറ്റി. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇഷ്യൂയിങ് അതോറിറ്റിയെ കുറിച്ച് സംസാരിക്കാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ASB, ICAIയുടെ അണ്ടറിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ASB ആണ് ഇന്ത്യയിലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി കോർപ്പറേറ്റ് എന്റിറ്റീസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. MCA ആണ് ഇഷ്യൂ ചെയ്യുന്നത്, അതായത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. MCA ആണ് ഫോർ കോർപ്പറേറ്റ് എന്റിറ്റീസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അവർ എങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്? NFRA ആയിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ്
MCA അവർക്ക് ഏതൊക്കെ കമ്പനികൾക്ക് ഏതൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഏതൊക്കെ കോർപ്പറേറ്റ് എന്റിറ്റീസിന് ഏതൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നോട്ടിഫൈ ചെയ്യുന്നത്. NFRA എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇഷ്യൂയിങ് അതോറിറ്റിയിൽ ഓർത്തു വെച്ചിരിക്കുന്നത്. രണ്ടാമത് മാൻഡേറ്ററി നേച്ചർ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാ കമ്പനികൾക്കും മാൻഡേറ്ററി ആണോ? അല്ല. ആ ഒരു കമ്പനി ഏത് ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് മാൻഡേറ്ററി ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. കോർപ്പറേറ്റ് ആണെച്ചെങ്കിൽ അവർക്ക് മാൻഡേറ്ററി ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? MCA ആണ്. നോൺ കോർപ്പറേറ്റ് എന്റിറ്റീസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത് ICAI ആണ്. ഇതില് കുറെ എക്സെപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോ ഒരു കമ്പനിക്ക് മാൻഡേറ്ററി ഏതെങ്കിലും ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ളത് പറയുന്നത് അതിന്റെ ഗവേണിംഗ് സ്റ്റാറ്റ്യൂട്ടിന് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ കമ്പനീസ് ആക്ട്, കോർപ്പറേറ്റിന്റെ കമ്പനീസ് ആക്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ ആ ആക്ടിനനുസരിച്ചിട്ട് മാത്രമാണ് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കോർപ്പറേറ്റ് എന്റിറ്റീസിന് മാൻഡേറ്ററി ആണോ അല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇന്ത്യയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് എക്സംഷൻസ് ഉണ്ട്. ആർക്കൊക്കെയാണ് എക്സംഷൻസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, അതായത് SMCs. SMCs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് ഉണ്ടാവുന്ന ടേൺ ഓവർ വളരെ കുറവായിരിക്കും അല്ലെ? അപ്പൊ അത്രയും ടേൺ ഓവർ കുറവുള്ള SMCsന് എല്ലാ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും അപ്ലിക്കബിൾ ആണ്, മാൻഡേറ്ററി ആണ്, അവർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് എല്ലാതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് കാരണം അവരുടെ ഫങ്ഷൻസ് ഒക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കാനും ഒക്കെ ആയിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ കുറച്ച് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്, എക്സെപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ബാങ്കിങ് ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഡസ്ട്രീസും. ബാങ്കിങ് ഇൻഡസ്ട്രീസ് എപ്പോഴും RBIയുടെ അണ്ടറിലായിരിക്കും, അതുപോലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രീസ് എപ്പോഴും IRDAIയുടെ അണ്ടറിലായിരിക്കും. അപ്പൊ RBIയും IRDAയും എന്തൊക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഈ രണ്ട് സെക്ടറിലുള്ള കമ്പനീസ് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അത് മാത്രമേ അവർക്ക് ഫോളോ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഹാർമണൈസേഷൻ ഓഫ് എഫേർട്ട്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അതായത് ഇന്ത്യ AS എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഇങ്ങനെ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഇന്ത്യ AS ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റിലെ അക്സെപ്റ്റൻസും അതുപോലെ തന്നെ കമ്പാരബിലിറ്റി ഒക്കെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. കറന്റ് സ്റ്റാറ്റസ്. ഇന്ന് നിലവിലെ ഇന്ത്യയിലെ 27 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ഇതിൽ എപ്പോഴും റിവിഷനും അതുപോലെ തന്നെ ചേഞ്ചസ് ഒക്കെ എപ്പോഴും പീരിയോഡിക്കലി വന്നുകൊണ്ടിരിക്കും. ഈ ചേഞ്ചസ് ഒക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മുടെ ഗ്ലോബൽ ആൻഡ് ഡൊമസ്റ്റിക് അക്കൗണ്ടിംഗ് പ്രാക്ടീസസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന സമയത്താണ് ഇവിടെ റിവിഷനും അതുപോലെ ചേഞ്ചസ് ഒക്കെ വരുന്നത്. അപ്പൊ ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രാൻസ്പെറന്റ് ആവാനും കമ്പാരബിലിറ്റി ഉണ്ടാവാനും ഒക്കെയാണ് നമ്മൾ എപ്പോഴും അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നത്. നീഡ് ഫോർ കൺവേർജൻസ് ടുവേർഡ്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്. ഗ്ലോബൽ സ്റ്റാൻഡേർഡിലോട്ട് കൺവേർജ് ചെയ്യണതിന്റെ നീഡ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഗ്ലോബലൈസേഷൻ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് IFRS ഒന്നും കൺസിഡർ ചെയ്യാതെ ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ IFRS ആയിട്ട് ചേർന്നിട്ടുള്ള ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് RBIയും SEBIയും NFRA പോലെയുള്ള ഗവൺമെന്റ് അതോറിറ്റീസ് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ കസ്റ്റംസ് ലോസ് ബിസിനസ് എൻവയോൺമെന്റ് ഒക്കെ കൺസിഡർ ചെയ്തോട്ട് തന്നെ വേണം നമുക്ക് ഈ ഒരു ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ICAI IFRSുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ICAI ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അക്കൗണ്ട്സ് IFACയിലെ ഒരു മെമ്പർ കൂടിയാണ്. നമ്മളിപ്പോ റീസെന്റ് ഒരുപാട് ഫോറിൻ എക്കോസിഷൻ എല്ലാം നടത്തുന്നുണ്ട് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ട ആവശ്യം വളരെയധികം കൂടുതലാണ്. ഇന്ത്യയിൽ ഫുൾ കൺവേർജൻസ് അതായത് അഡോപ്ഷൻ സാധ്യമല്ല. പകരം IFRS ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട്. എന്തുകൊണ്ടാണ് അഡോപ്ഷൻ സാധ്യമല്ല എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്തിലുള്ള കസ്റ്റംസും ലോവും അതുപോലെ തന്നെ ബിസിനസ് എൻവയോൺമെന്റ് ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഫുൾ കൺവേർജൻസ് പറ്റില്ല. അതായത് IFRS എങ്ങനെയാണോ ഉള്ളത് അത് അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കസ്റ്റംസും നമ്മുടെ ലോയും നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് ഒക്കെ അനുസരിച്ചിട്ട് IFRSുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യണം. അപ്പൊ അതിനെയാണ് അതായത് IFRSുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റംസും ലോസും ബിസിനസ് എൻവയോൺമെന്റ് ഒക്കെ അനുസരിച്ചിട്ട് ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ത്യ AS.
ഇന്ത്യ ഐഎസും എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും കൂടി ഒരുമിച്ചിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സെറ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഒന്ന് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും രണ്ട് എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും. അപ്പോൾ എന്താണ് ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് മാറേണ്ട ഇമ്പോർട്ടൻസ്, റേഷണൽ ഫോർ കൺവെർജൻസ് എന്താണെന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾക്ക് നമ്മുടെ രാജ്യത്തുള്ള കമ്പനീസിൽ വേറൊരു രാജ്യത്ത് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ വേറെയുള്ള രാജ്യത്തുള്ള കമ്പനികൾക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ മൾട്ടിപ്പിൾ കൺട്രീസിലെ കമ്പനികൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഗ്ലോബലൈസേഷനിൽ ഉള്ളത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മൾട്ടിപ്പിൾ കൺട്രീസിൽ നമ്മുടെ കമ്പനികൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇൻവെസ്റ്ററിന് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കമ്പയർ ചെയ്യാനൊക്കെ പറ്റണമെങ്കിൽ അത് ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതായിരിക്കണം. അപ്പൊ അതാണ് ഈ കൺവെർജൻസിന്റെ ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. രണ്ട്, ഇൻവെസ്റ്റേഴ്സ് കോൺഫിഡൻസ്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് കോൺഫിഡൻസ് കൂട്ടണമെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അതായത് ഏത് കമ്പനിയിലാണോ അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അവർക്ക് കമ്പയർ ചെയ്യാനും ഒക്കെ സാധിക്കണം. അപ്പൊ കമ്പാരബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഒക്കെ കൂട്ടാനായിട്ട് ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത്. നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് ക്രോസ് ബോർഡർ കഴിഞ്ഞിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് വരണമെങ്കിൽ, ഗ്ലോബൽ ബിസിനസ് കൊളാബറേഷൻസ് നടക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലോട്ട് കൺവേർജൻസ് ഉണ്ടായാലേ പറ്റുള്ളൂ. അപ്പൊ ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഗ്ലോബൽ സ്റ്റാൻഡേർഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കുറച്ചും കൂടി നന്നായിട്ട് കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ അതിന് അക്സെപ്റ്റൻസി കൂടും. അതുപോലെ തന്നെ ഗ്രൂപ്പ് കൺസോളിഡേഷൻ, അതായത് മൾട്ടിനാഷണൽ കമ്പനീസ് ഉണ്ടായിരിക്കുമല്ലോ, ആ മൾട്ടിനാഷണൽ കമ്പനീസിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എല്ലാ കമ്പനികളുടെയും, അത് പല രാജ്യത്തുള്ള കമ്പനികളുടെ സെയിം കമ്പനി തന്നെ പല രാജ്യത്തുണ്ടെങ്കിൽ അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൺസോളിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് കൺസോളിഡേഷൻ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഈ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലോട്ട് കൺവേർട്ട് ചെയ്താലേ സാധിക്കും. അതുപോലെ തന്നെ എഫിഷ്യൻസി കൂട്ടാനായിട്ട്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗിൽ എഫിഷ്യൻസി കൂട്ടാനായിട്ടും ഒരു രാജ്യത്തുള്ളത് മാത്രമല്ല മറ്റു രാജ്യങ്ങളിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു രാജ്യത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ക്രോസ് ബോർഡർ ആയിട്ടുള്ള നമ്മളുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ അതിനൊരു ട്രസ്റ്റ് ഉണ്ടാക്കാനും എഫിഷ്യൻസി കൂട്ടാനും ഒക്കെ ഈ ഒരു ഗ്ലോബൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്താണ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് IFRS എന്താണ്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് IND AS എന്താണ്, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം.